കേരളത്തിലാകെ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ നടന്നിട്ടുണ്ടെന്ന് ഏറ്റുമാനൂരിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എൻ. വാസവൻ 24-നോട്. കോട്ടയം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഡീലുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് സീറ്റ് കൊടുത്തത് കെ.സി. വേണുഗോപാലാണെന്നും വി.എൻ. വാസവൻ 24-നോട് പറഞ്ഞു. മധ്യകേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവ് മന്ത്രി വി.എൻ. വാസവൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്ന് അദ്ദേഹം പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷകൾ? 100% വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് ഏറ്റുമാനൂർ. UDF-ഉം കോൺഗ്രസും ഡീൽ ആരോപണം എന്ന് പറഞ്ഞ് ഭയങ്കര ശക്തമായിട്ടുള്ള പ്രചരണവും ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കോട്ടയം ജില്ലയിൽ അങ്ങനെ എന്തെങ്കിലും ഡീൽ ആരോപണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് മുമ്പ് തന്നെയുള്ള ഡീലുകളുണ്ട്. BJP-യും അതുപോലെ കോൺഗ്രസും ഈ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രകടമായി അത് കണ്ടിരുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിൽ കണ്ടിരുന്നു, കോട്ടയത്ത് കണ്ടിരുന്നു. അതേപോലെ തന്നെ അവർ വിജയിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ മുമ്പ് തന്നെ ഉള്ള ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. എവിടെയൊക്കെ BJP-ക്ക് പോരായ്മയുണ്ടോ അവരവിടെ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും, തിരിച്ചും ചെയ്യും. കോൺഗ്രസ് ചില സ്ഥലത്തെല്ലാം BJP-യും സഹായിക്കുന്നു. അവരുടെ രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം ഇടതുപക്ഷം വരരുതെന്നുള്ള. ഇടതുപക്ഷത്തിനെതിരായി പണ്ട് തന്നെ കേരളത്തിൽ കോലി വീസൊക്കെ ഉള്ളതാണ് നമുക്കറിയാം. അരുപതിൽ തന്നെ ഇപ്പോഴും തുടരുന്നു പല സ്ഥലത്തായി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 10 മണ്ഡലങ്ങളിൽ BJP CPM ബാന്ധവമുണ്ടെന്നാണ്. അടിസ്ഥാനപരമായിട്ട് ആ ഒരു ബന്ധം കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ശക്തമായിട്ടുണ്ടെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്തും വിളിച്ചു പറയുന്ന ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ഇപ്പം അറിയപ്പെടുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്ന ആൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും BJP-ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാൾ കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് ഗുരുജി ഗോൾവൽക്കറുടെ ജന്മദിനത്തിന് പോയി തിരികൊളുത്തുന്ന രംഗം നമ്മൾ ചിത്രസഹിതം കണ്ടതാണ്. ആ ബന്ധം ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. അത് വെച്ചിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് അത് പുറത്തു വരാതിരിക്കാനാണ് ഇങ്ങനെ മറ്റുള്ളൊരു ഈ തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ബന്ധം ഉണ്ടാക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാണ് BJP-ആയിട്ട്. ഏറ്റുമാനൂർ മണ്ഡലം ഉറപ്പായ സീറ്റാണ്. ആര് വന്നാലും ഒരു ഭീഷണിയുമില്ല. വലിയ വിജയം കരസ്ഥമാക്കുമെന്നാണ് മന്ത്രി വി.എൻ. വാസവൻ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.